പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടാണ് ക്രിസ്തുവെന്ന് സ്നാപക യോഹന്നാൻ യേശുവിനെ ഇസ്രായേൽ ജനത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് ഇന്നും നമ്മുടെ ഓരോ പ്രാർത്ഥനകളിലും ഞാൻ പാപിയാണ്, എൻ്റെ പാപങ്ങൾ യേശുവെ ക്ഷമിക്കണമേ, പുറത്തു തരണമേ എന്നുള്ള പ്രാർത്ഥന നാം സ്ഥിരം ആവർത്തിക്കുന്നുണ്ട്. ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക എന്നാവശ്യപ്പെട്ട ശിഷ്യന്മാർക്ക് ഈശോ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു: ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുക. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിലും ഈ പ്രാർത്ഥന നാം ആവർത്തിക്കുന്നുണ്ട്. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പൗലോസ്ലീഹ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്, ഞാൻ ഏറ്റവും വലിയ പാപിയാണെന്ന്. അതുകൊണ്ടായിരിക്കാം സുറിയാനി സഭയിലെ വിശുദ്ധ കുർബാന ക്രമത്തിൽ മിക്ക പ്രാർത്ഥനകളിലും ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നുണ്ട്: ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ലത്തീൻ റീത്തിലെ വിശുദ്ധ കുർബാനയിൽ ഇങ്ങനെ നാം പ്രാർത്ഥിക്കുന്നുണ്ട്: വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. നമ്മുടെ പ്രാർത്ഥനകളിൽ ഞാൻ പാപിയാണ് എന്ന വെളിപ്പെടുത്തൽ എപ്പോഴും കടന്നു വരുന്നുണ്ടെങ്കിലും കുമ്പസാരക്കൂടുകളിൽ നമ്മുടെ മനോഭാവങ്ങളിൽ ഞാൻ പാപിയാണ്, എനിക്ക് ഒത്തിരി പാപങ്ങളുണ്ട് എന്ന് ഏറ്റു പറയാൻ മടി കാണിക്കുന്നവരാണ് നമ്മൾ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ദിവസം കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുമ്പോൾ ഒരു വല്യമ്മ, ഏകദേശം ഒരു 65 വയസ്സ് പ്രായമുണ്ടാകും, കടന്നു വന്ന് ഇങ്ങനെ കുമ്പസാരിക്കാൻ തുടങ്ങി. അച്ഛ കുറേ നാളായി കുമ്പസാരിച്ചിട്ട് കഴിഞ്ഞ ഈസ്റ്ററിന് വന്നതാ, 6-7 മാസമായി. വീട്ടിലെന്നും പ്രശ്നമാണ് അച്ഛ. ഭർത്താവ് കുടി കഴിഞ്ഞ് വന്ന് എന്നും ബഹളമുണ്ടാക്കും, വഴക്കാണ്, സമാധാനമില്ല. അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. വീണ്ടും തുടരുകയാണ്: മൂത്ത മകൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്നേയില്ല, അവൻ്റെ ഭാര്യയും അവൻ്റെ കുടുംബവും മാത്രം മതി. ഇളയ മകൻ ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. മകളുടെ കാര്യം വലിയ കുഴപ്പമില്ല വെച്ചാൽ അവർ സന്തോഷമായിട്ട് നീങ്ങുന്നു. എനിക്കിപ്പോൾ വലിവിൻ്റെ അസുഖമുള്ളത് കൊണ്ട് പലപ്പോഴും പള്ളിയിൽ വരാനോ പ്രാർത്ഥിക്കാനോ പറ്റുന്നില്ല. അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. കുമ്പസാരം ഇങ്ങനെ നീളാൻ തുടങ്ങിയപ്പോൾ ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചു: അമ്മച്ചി, വീട്ടുവിശേഷം പറയാനുള്ള സമയമല്ല കുമ്പസാരക്കൂട്. അതിന് സമയം വേണമെങ്കിൽ ഞാൻ പുറത്തിറങ്ങി വരുമ്പോൾ തരാം. ഇവിടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവമേ മാപ്പ് നൽകണമേ എന്ന് പറയുന്ന സമയമാണ്, സ്ഥലമാണ്. പാപങ്ങളുണ്ടെങ്കിൽ പറയുക എന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി ധൈര്യത്തോടെ ഇങ്ങനെയാണ് പറഞ്ഞത്: അതിന് ഞാൻ വലിയ പാപമൊന്നും ചെയ്യുന്നില്ല അച്ഛാ. പിന്നെ ഉടനെ വീണ്ടും ചോദിച്ചു: പിന്നെ എന്തിനാ കുമ്പസാരിക്കാൻ വന്നത്? ക്രിസ്മസ് ഒക്കെയല്ലേ, കുമ്പസാരിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, അതുകൊണ്ട് വന്നതാ. ഞാൻ വീണ്ടും ചോദിച്ചു: അമ്മച്ചി, ഒരു പാപമെങ്കിലും പറയാൻ ഇല്ലേ? കുറച്ചു നേരം ആലോചിച്ചിട്ട് ഇങ്ങനെയാണ് അല്പം ചിരിയോടുകൂടി പറഞ്ഞത്: അവര് പ്രശ്നങ്ങളുണ്ടാക്കുമ്പോൾ, വഴക്കുണ്ടാക്കുമ്പോൾ, ബഹളമുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ എന്തേലൊക്കെ അങ്ങ് പറയും. ഇതൊക്കെ ഒരു പാപമാണോ അച്ഛാ? ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ? നിർബന്ധിച്ചിട്ട് പോലും താൻ ഒരു പാപവും ചെയ്യുന്നില്ല എന്നുള്ള പിടിവാശിയിൽ നിൽക്കുന്ന കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഈ അമ്മച്ചിയെ ഒരു കൊച്ചു പാഠം പഠിപ്പിക്കാനാണ്. പക്ഷെ ഞാൻ ധൈര്യം കാണിച്ചില്ല. ഞാനത് ചെയ്താൽ ഉറപ്പാണ് പിന്നെ ഒരിക്കലും അമ്മച്ചി കുമ്പസാരക്കൂട്ടിലേക്ക് വരില്ല. ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയായിരുന്നു: ഞങ്ങളുടെ ഒരു അച്ഛനടുത്ത് ഇതുപോലെ ഒരു പാപവും ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു വന്നവൻ്റെ മുമ്പിലേക്ക് അച്ഛൻ കുമ്പസാരക്കൂട്ടിൽ നിന്നും പെട്ടെന്ന് ചാടി ഇറങ്ങി അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു: ചേട്ടാ, ആ പുണ്യപ്പെട്ട കൈ എൻ്റെ തലയിലൊന്ന് വെച്ചേ, ഞാൻ ഒത്തിരി പാപം ചെയ്യുന്നുണ്ട്. ചേട്ടൻ ഇതുവരെ ഒരു പാപവും ചെയ്തിട്ടില്ലല്ലോ, ചെയ്യുന്നില്ലല്ലോ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ എന്ന് പറഞ്ഞ് മനുഷ്യരുടെ മുമ്പിൽ അച്ഛൻ ആ വ്യക്തി ഒന്ന് നാണം കെടുത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം ചിന്തിച്ചത് അതുപോലൊന്ന് ചെയ്യാനാണ്. പക്ഷെ ഉടനെ എൻ്റെ മനസ്സ് വീണ്ടും വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തില്ല. വീണ്ടും നിർബന്ധിച്ചപ്പോഴും അമ്മച്ചി പറഞ്ഞു: ഞാൻ ഒരു പാപവും ചെയ്യുന്നില്ല, ചെയ്തിട്ടില്ല. അവസാനം പാപമോചനം കൊടുക്കുന്ന പ്രാർത്ഥന ചെല്ലാതെ ഞാൻ ഇങ്ങനൊരു ഉപദേശം കൊടുത്തു വിടേണ്ടി വന്നു: അമ്മച്ചി, ഇനി കുമ്പസാരിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഒരു പാപമെങ്കിലും ചെയ്തിട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ വരരുത്. പ്രിയപ്പെട്ടവരെ, നാളുകൾക്ക് ശേഷം, 1 മാസം 2 മാസം അല്ലെങ്കിൽ 1 വർഷം 2 വർഷങ്ങൾക്ക് ശേഷം കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നു വന്ന് 2ഉം 3ഉം 4ഉം പാപങ്ങളുമൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ
പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, എന്നും ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നമ്മളൊക്കെ ദൈവത്തെ എന്തുമാത്രം പരിഹസിക്കുന്നവരായി മാറുന്നു എന്ന് ചിന്തിക്കണം. ലത്തീൻ റീത്തില് പ്രാർത്ഥന ഇങ്ങനെയാണ്: വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും. ഞാൻ എൻ്റെ ജീവിതത്തിൽ 4 വിധങ്ങളിലാണ് പാപം ചെയ്യുന്നത്. എൻ്റെ ചിന്തയിൽ, വാക്കിൽ, സംസാരത്തിൽ, ഉപേക്ഷയിൽ, പ്രവൃത്തികളിൽ. എങ്കിൽ ഒരു കൊച്ചു കണക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ദിവസം ചിന്തയിൽ ഒരു പാപം, വാക്കിൽ, സംസാരത്തിൽ, ഉപേക്ഷയിൽ, പ്രവൃത്തിയിൽ 4 പാപം മാത്രം എടുത്താൽ ഒരു മാസം എൻ്റെ പേരിൽ ദൈവം കുറിച്ചു വെക്കുക 4 × 30 120 പാപങ്ങളുടെ കണക്ക് ദൈവത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. എങ്കിൽ ഒരു വർഷത്തിന് ശേഷം ഞാൻ കുമ്പസാരിക്കാൻ വരുമ്പോൾ 120 × 12 മാസം ഏകദേശം 1440 പാപങ്ങൾ എൻ്റെ പേരിൽ ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കേണ്ട സമയമായി. എന്നും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കൂപ്പുകരങ്ങളുമായി നിൽക്കുന്നവർ കുമ്പസാരക്കൂട്ടിൽ വന്ന് വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാതെ കുമ്പസാരിക്കുമ്പോൾ 2ഉം 3ഉം പറഞ്ഞിറങ്ങിപ്പോകുമ്പോൾ 1440 കണക്ക് നീ ആരുടെ മുൻപിൽ ബോധിപ്പിക്കും? പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ലോകത്തിന് ഏറ്റവും വലിയ പ്രത്യേകതയാണ് പാപം ചെയ്യുന്നതിൽ ഒരു മടിയുമില്ല, പക്ഷേ പാപബോധമില്ല. ചെയ്യുന്നത് തെറ്റാണ് എന്ന് തിരിച്ചറിവ് നഷ്ടപ്പെടുന്നവരാണ് നമ്മിൽ പലരും. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. പാപം ചെയ്യുന്ന ഒരു വ്യക്തിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ നാം പാപങ്ങളിൽ മുഴുകില്ലായിരുന്നു, അതിൽ സന്തോഷം കണ്ടെത്തില്ലായിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു: സായാഹ്നമായപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്ന ശബ്ദം ആദം കേട്ടു. ഇന്നലെ വരെ ദൈവത്തിൻ്റെ കരങ്ങൾ പിടിച്ച് അവനോടൊപ്പം കൊച്ചു വർത്താനം പറഞ്ഞ് തോട്ടത്തിലുടനീളം സ്നേഹസംഭാഷണത്തിൽ മുഴുകി നടന്നിരുന്ന ആദവും ഹവയും ദൈവം വിലക്കിയ കനി ഭക്ഷിച്ചതിന് ശേഷം അവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ പ്രതികരിക്കുകയാണ്. അവർ തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുകയാണ്. ഇന്നലെ വരെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി കാതോർത്തിരുന്നവർ, അവൻ്റെ കരങ്ങൾ പിടിക്കാൻ ആഗ്രഹിച്ചിരുന്നവർ, അവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, പാദങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ മരങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏതൊരു പാപിയിലും സംഭവിക്കുന്ന ആദ്യത്തെ മാറ്റം ദൈവ സാന്നിധ്യം പതുക്കെ പതുക്കെ ഇഷ്ടമില്ലാത്തതായി മാറുന്നു. ദൈവത്തിൽ നിന്നും ഓടിയൊളിക്കാൻ അവൻ ശ്രമം നടത്തുന്നു. ദൈവ സാന്നിധ്യം അവന് ഭയം ജനിപ്പിക്കുന്നതായിട്ട് മാറുന്നു. ഏതൊരു പാപിയുടെയും അവസ്ഥ ഇതാ. അതുകൊണ്ടാണ് ചില കഠിന പാപങ്ങളിൽ മുഴുകുന്ന വ്യക്തികളെ ഒന്ന് പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് മദ്യപാനത്തിൽ മുഴുകുന്നവരെ, പതുക്കെ പതുക്കെ ആ ആസക്തിയിൽ അവർ മുഴുകിക്കഴിയുമ്പോൾ അവർ പള്ളിയെ വെറുക്കാൻ തുടങ്ങും. പട്ടക്കാരില്ലാത്ത കുറ്റങ്ങളില്ല, തിരുസഭയ്ക്കില്ലാത്ത പ്രശ്നങ്ങളില്ല, എന്നും അവൻ സഭയെ കുറ്റപ്പെടുത്തുന്നു. ദൈവികമായതിനൊക്കെ അവൻ വിലക്കുകൾ ഇടുന്നു. ഒരു കാര്യം ഉറപ്പാ, ദൈവ സാന്നിധ്യം ദൈവികമായ പലതിനും അവൻ മാറി നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, മരങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന മനുഷ്യനെ തേടി ദൈവം വരുന്നുണ്ട്. പാപിയെ തേടി ദൈവം അടുത്ത് വരുന്നുണ്ടെങ്കിലും ഓരോ പാപിയും ദൈവത്തിൽ നിന്ന് അകന്നിരിക്കാനും മറഞ്ഞിരിക്കാനും ശ്രമിക്കുന്ന ദുരവസ്ഥയാണ് ഓരോ പാപവും എന്നിലും നിന്നിലും വരുത്തുന്ന മാറ്റം. ഇനി കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ പാപത്തിൽ ജീവിക്കുമ്പോൾ, പാപത്തിൽ മുഴുകുമ്പോൾ എനിക്ക് ദൈവത്തോടുള്ള സ്നേഹം നഷ്ടപ്പെടുന്നു. ഇന്നലെ വരെ അവൻ്റെ കരങ്ങൾ പിടിച്ചു, അവൻ്റെ സാന്നിധ്യം അനുഭവിച്ചു. ഇന്ന് അതനുഭവിക്കാനുള്ള സ്നേഹവും ആഗ്രഹവും തീഷ്ണതയും എനിക്ക് നഷ്ടപ്പെട്ട് ഞാൻ മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് മറഞ്ഞിരിക്കുന്നവനെ തേടി വരുന്ന ദൈവം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്: ആദം, നീ എവിടെ? ഈ സ്നേഹത്തിന് വേണ്ടി ദൈവം ആഗ്രഹിച്ച് വീണ്ടും കടന്നു വരുമ്പോൾ ഇവൻ മറഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഈ ദൈവ സാന്നിധ്യം ബുദ്ധിമുട്ടാണ്, വിഷമിപ്പിക്കുന്നതാണ് എന്നുള്ള വെളിപ്പെടുത്തൽ അവൻ നൽകുകയാണ്. വീണ്ടും പാപം ഒരു വ്യക്തിയിൽ വരുത്തുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, ബൈബിൾ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ആബേൽ ആട്ടിടയനും കായേൻ കൃഷിക്കാരനുമായിരുന്നു. ഇവർ രണ്ടുപേരും ദൈവത്തിന് ബലികൾ അർപ്പിച്ചു. ആബേലിൻ്റെ ബലി ദൈവം സ്വീകരിച്ചു,
പക്ഷെ കായൻ്റെ ബലി ദൈവം തിരസ്കരിക്കുകയാണ്. ഞാനത് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം? രണ്ടുപേരും ബലികൾ അർപ്പിച്ചു, തങ്ങൾക്കുള്ള ദൈവമായി പങ്കുവെച്ചു, ദൈവത്തിന് ദാനമായി നൽകി. എന്നിട്ടും ആബേലിൻ്റെ ബലി ദൈവം സ്വീകരിച്ചു, കായൻ്റേത് തിരസ്കരിച്ചു എന്നതിൻ്റെ കാരണം അനുദിന ജീവിതത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ചുറ്റും അനേക കൃഷിക്കാരുണ്ട്. എൻ്റെ അപ്പൻ ഒരു കൃഷിക്കാരനാണ്. അതുപോലെ അല്പസ്വല്പം കന്നുകാലികൾ വളർത്തുന്ന വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഒരു കൃഷിക്കാരൻ്റെ മനോഭാവവും ഒരു ആട്ടിടയൻ അല്ലെങ്കിൽ കന്നുകാലികൾ വളർത്തുന്ന വ്യക്തിയുടെ മനോഭാവവും. കൃഷിക്കാരൻ തനിക്ക് വിളവ് ലഭിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം മാറ്റിവെക്കുക അടുത്ത വിളവിന് വേണ്ടിയുള്ള വിത്താണ്. അവൻ ഏറ്റവും ആദ്യം മാറ്റിവെക്കുന്നത് വിത്താണ്. കാരണം അവനറിയാം, അടുത്ത കൃഷി നടത്തണമെങ്കിൽ അവൻ ഇപ്പോൾ തന്നെ മാറ്റിവെച്ചിരിക്കണം. ആദ്യത്തെ പങ്ക് ഏറ്റവും നല്ലത് അവൻ വിത്തിന് മാറ്റും. രണ്ടാമത്തെ പങ്കെടുത്ത് അവൻ ഇങ്ങനെ ചിന്തിക്കും, അടുത്ത വിളവ് എനിക്ക് ലഭിക്കുന്നത് വരെ എനിക്ക് ജീവിക്കണം, എൻ്റെ കുടുംബത്തിന് ജീവിക്കണം, ഞാനുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക് ആവശ്യമുണ്ട്. അവൻ അനുദിന ആവശ്യങ്ങൾക്ക് വേണ്ടി അത് മാറ്റിവെക്കും. ആദ്യം അവൻ മാറ്റിവെക്കുക ഭാവിക്ക് വേണ്ടി, രണ്ടാമത്തേത് അനുദിന ആവശ്യങ്ങൾക്ക് വേണ്ടി, മൂന്നാമത്തെ പങ്കാണ് കൃഷിക്കാരൻ ബാക്കിയുള്ളത് വിറ്റ് കാശ് വാങ്ങുകയുള്ളൂ. എന്തുകൊണ്ടായിരിക്കാം കായൻ തിരസ്കൃതനായത് എന്നതിൻ്റെ കാരണം ഇതായിരിക്കും. അവൻ ആദ്യം തൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകും, തൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള കരുതൽ അവൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും, പിന്നെയാണ് ദൈവം കടന്നു വരുന്നത്. പക്ഷേ ഒരു ആട്ടിടയൻ്റെ മനോഭാവം, അവൻ ഒരു ആടിനെ അല്ലെങ്കിൽ ഒരു കന്നുകാലിയെ വിൽക്കണമെങ്കിൽ, മറ്റുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ ക്ഷീണിച്ചിരിക്കുന്നതിന്, ആരോഗ്യമില്ലാത്തതിന് അവൻ ഒരിക്കലും കൊടുക്കില്ല. കാരണം അവനറിയാം, അത് കൊടുത്താൽ അതിന് വില കിട്ടില്ല. മാർക്കറ്റിൽ വില കിട്ടണമെങ്കിൽ അത് കൊഴുത്തതായിരിക്കണം, അത് ആരോഗ്യമുള്ളതായിരിക്കണം, മനോഹരമായിരിക്കണം. അപ്പോൾ കൊടുക്കാൻ അവൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അവൻ അതിന് നല്ല രീതിയിൽ തീറ്റ കൊടുക്കും, നല്ല രീതിയിൽ അതിനെ മെഴുപ്പിച്ചെടുക്കാൻ അവൻ ശ്രമം നടത്തും. അങ്ങനെയായ ഒന്നിനെ മാത്രമേ ഒരു ആട്ടിടയൻ വിൽക്കുകയുള്ളൂ. എങ്കിൽ ആബേൽ ദൈവത്തിന് കൊടുത്തത് മെഴുത്തതിനെ, ഏറ്റവും നല്ല രീതിയിൽ വളർത്തിയെടുത്തതിനെ, മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് കൊടുക്കുന്ന ഒരു ആട്ടിടയൻ്റെ മനോഭാവം ആബേലിനുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്, ആബേലിൻ്റെ ബലി ദൈവം സ്വീകരിക്കുന്ന കാരണം ഏറ്റവും നല്ലത് ദൈവത്തിന് വേണ്ടി കൊടുത്തു. കായൻ മൂന്നാമത്തെ പങ്ക്, ഇത് കൃത്യമെന്ന് പറയാൻ എനിക്കാവില്ല, എങ്കിലും ഒരു അനുമാനം മാത്രമാണ്. മനോഭാവത്തിൽ നിന്നും ദൈവത്തിനുള്ളത് അവൻ പതുക്കെ പതുക്കെ മാറ്റിവെക്കാൻ തുടങ്ങും. എൻ്റെ ആവശ്യം, എൻ്റെ കുടുംബം, എൻ്റെ സൗകര്യം, ഇതൊക്കെ കഴിഞ്ഞു മതി ദൈവം എന്നുള്ള ചിന്തയിലേക്ക് ഓരോ പാപിയും മാറും. നമുക്ക് ചുറ്റും അനേകം പേരെ പരിചയമുണ്ട്. പാപത്തിൽ ജീവിക്കുന്ന പലരുടെയും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇതാ: എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത്, എൻ്റെ ജീവൻ, എൻ്റെ കുടുംബം, ഇത് കഴിഞ്ഞു മതി ദൈവം എന്നുള്ള മനോഭാവത്തിൽ ജീവിക്കുന്ന അനേകം പേരെ എനിക്കും ചുറ്റും പരിചയമുള്ളപ്പോൾ എനിക്ക് തോന്നുന്നു, ഒരു പുതിയ മുഖവുര ഇവിടെ വേണ്ട. പാപത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും രണ്ടാമത് ഇങ്ങനെ ചിന്തിക്കും, ദൈവത്തിന് ഇത്രയൊക്കെ മതി, ഏറ്റവും നല്ല ദൈവത്തിന് കൊടുക്കുക. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കുക എന്നതിന് പകരം അവൻ ഇങ്ങനെ ചിന്തിക്കും, അഡ്ജസ്റ്റ്മെൻറ്റുകൾ മതി, ദൈവത്തിന് ഇത്രയൊക്കെ മതി, എൻ്റെ കാര്യം കഴിഞ്ഞ് മാത്രം ദൈവം എന്നുള്ള മനോഭാവത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും തിരിച്ചറിയുക, ഞാൻ പാപത്തിൻ്റെ കെട്ടിലാണ്. ഇനിയും പാപം ചെയ്യുന്ന ഏതൊരു വ്യക്തിയിലും സംഭവിക്കുന്ന കണ്ണു തുറക്കേണ്ട വലിയ ഒരു തിരിച്ചറിവ് വചനം നമുക്ക് നൽകുന്നുണ്ട്. പലരോട് ചോദിക്കുമ്പോഴും പാപം നമ്മിൽ എന്തു വരുത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ ഉത്തരം നൽകുക, ദൈവത്തിൻ്റെ കൃപാവരം നഷ്ടപ്പെടുന്നു, ദൈവസ്നേഹത്തിൽ നിന്ന് അകലുന്നു, ഇങ്ങനെയുള്ള ഒരു തരം സുഖിപ്പിക്കുന്ന വർത്തമാനമാണ്, വാക്കുകളാണ്. അല്ലെങ്കിൽ വേദപാഠ ക്ലാസ്സുകൾ പഠിപ്പിച്ച ഉരുവിട്ട ആ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ആ കൊച്ചു സുഹൃത്ത് ജപങ്ങൾ അവർ വീണ്ടും ആവർത്തിക്കും. പക്ഷെ വചനം കൃത്യമായി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പാപി ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ച് സ്വന്തം ജീവിതത്തിൻ്റെ മൂല്യങ്ങളനുസരിച്ച് ജീവിക്കുമ്പോൾ അവരിൽ സംഭവിക്കുന്ന മാറ്റം ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ മനസ്സിനെ ചഞ്ചലിപ്പിക്കുന്ന രീതിയിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു ഉൾക്കിടിലത്തോടെ മാത്രമേ നമുക്കത് വായിച്ചെടുക്കാൻ പറ്റൂ. മനോഹരമായി അവതരിപ്പിക്കുന്ന ഇങ്ങനെയാണ്: സാംസൺ എന്ന കഥാപാത്രം ഏറ്റവും ശക്തനായ ന്യായാധിപനായിരുന്നു. സാംസൺ
ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ ശക്തിയായി ആവസിച്ചു. അവൻ അസാധ്യമായി യാതൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ ശക്തിയുടെ പ്രതീകമായിരുന്നു സാംസൺ. കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ദൈവവുമായി ഒരു ഉടമ്പടിയിലായിരുന്നു. തൻ്റെ ശരീരവും മനസ്സും ജീവിതവും ഒരിക്കലും മലിനപ്പെടുത്തില്ല. ആഹാരമോ ജീവിത രീതിയോ ദൈവത്തിന് നിരക്കാത്തതൊന്നും ചെയ്യില്ല എന്നുള്ള ആ ഉടമ്പടിയിൽ, നാസിർ വ്രതത്തിൽ അവൻ ജീവിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി സജീവമായിരുന്നു. പക്ഷേ 16-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ എഴുതി വെക്കുകയാണ്, ദലീല എന്ന് പറയുന്ന സ്ത്രീയുമായി അവൻ അവിഹിതമായി ബന്ധപ്പെടാൻ തുടങ്ങി. അവൻ്റെ ജീവിതത്തിലേക്ക് 3 സ്ത്രീകൾ കടന്നു വന്നു. ശാരീരികമായും മാനസികമായും അവനതിൽ സന്തോഷം കണ്ടെത്താൻ തുടങ്ങി. അവൾ നൽകിയ പാപത്തിൻ്റെ സുഖത്തിൽ മയങ്ങിക്കിടക്കുമ്പോൾ അവൻ്റെ ശക്തിയുടെ രഹസ്യം ചോദിച്ചറിഞ്ഞു. അവനത് വെളിപ്പെടുത്തുകയാണ്, തൻ്റെ മുടിച്ചുള്ളിലാന്ന്, ക്ഷൗരം ചെയ്യാത്ത മുടിയിലാണ് തൻ്റെ ശക്തിയിരിക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വസിക്കുന്നു, ക്ഷൗരം ചെയ്യപ്പെടാത്ത മുടിയിലായിരുന്നില്ല അവൻ്റെ ശക്തി, അവൻ്റെ വ്രതങ്ങളിലായിരുന്നു. ദൈവത്തോടുള്ള കടപ്പാടുകളിലും ദൈവത്തിൻ്റെ കൽപ്പന നിറവേറ്റുന്നതിലുമായിരുന്നു അവൻ്റെ ശക്തി നിറഞ്ഞിരുന്നത്. ഒരു കൊച്ചുദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ സന്യാസ വസ്ത്രത്തിലാണ്. ഈ വൈദിക വസ്ത്രം അല്ലെങ്കിൽ സന്യാസ വസ്ത്രം നിങ്ങളോട് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്: ധരിക്കുമ്പോൾ ഞാനൊരു വൈദികനാണ്. ഇതിൽ കാണുമ്പോൾ നിങ്ങൾ ഉടനെ തിരിച്ചറിയും ഞാൻ വൈദികനാണെന്ന്. പക്ഷേ എന്നെ അടുത്ത് പരിചയമുള്ളവർ ഷർട്ടിലോ അല്ലെങ്കിൽ ജുബയിലോ കാണുമ്പോഴും അവർ വിളിക്കും അച്ഛ എന്ന്. അപ്പോൾ സന്യാസ വസ്ത്രം എൻ്റെ വൈദിക ജീവിതത്തിൻ്റെ ഒരു ലക്ഷണം മാത്രമേ ഉള്ളൂ, ഒരു അടയാളം മാത്രമേ ഉള്ളൂ. എന്നെ വൈദികനാക്കുന്നത് സന്യാസ വസ്ത്രമല്ല, വൈദിക വേഷമല്ല. പക്ഷേ ഞാൻ ദൈവത്തിന് കൊടുത്ത വാക്കാണ്, എനിക്ക് ലഭിച്ച അഭിഷേകമാണ്. പക്ഷേ സാംസൺ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് ചെയ്യുകയാണ് അവിടെ. തൻ്റെ ശക്തി ഈ അടയാളത്തിൽ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ വെളിപ്പെടുത്തിയപ്പോൾ ദലീല രഹസ്യത്തിൽ തൻ്റെ എതിരാളികളെ വിളിച്ചു വരുത്തി അവൻ്റെ മുടി മുറിച്ചു, ക്ഷൗരം ചെയ്യിച്ചു. അതിനുശേഷം ബൈബിൾ എഴുതി വച്ചിരിക്കുന്നു 16:20. ദലീല അവനെ തട്ടി ഉണർത്തി എഴുന്നേൽപ്പിക്കുമ്പോൾ അവൻ ഇങ്ങനെ പറയുന്നുണ്ട്, മറ്റു സമയങ്ങളിൽ എന്ന പോലെ ഞാൻ എന്നെ തന്നെ സ്വതന്ത്രമാക്കും. പക്ഷെ അടുത്ത വാചകം അത് കുറുക്കിക്കൊള്ളുന്ന വാചകമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. സാംസൺ അറിഞ്ഞില്ല ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ വിട്ടുപോയത്. സാംസൺ അറിഞ്ഞില്ല ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ വിട്ടുപോയത്. ഓരോ പാപത്തിൽ മുഴുകുമ്പോഴും എന്നിൽ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ദുരവസ്ഥയാണ് എന്ന തിരിച്ചറിവ് പലർക്കും നഷ്ടപ്പെടുകയാണ്. ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, കരിസ്മാറ്റിക് പ്രാർത്ഥന കൂട്ടായ്മകളിലും വലിയ ശക്തിയോടെ അഭിഷേകത്തോടെ നേതൃത്വം നൽകി വരുന്നവരൊക്കെ പതുക്കെ ചില പാപങ്ങൾക്ക് അടിമത്തത്തിലായപ്പോൾ, അതിൻ്റെ ബലഹീനതകളിൽ സന്തോഷം കണ്ടെത്താൻ തുടങ്ങിയപ്പോൾ അവർ അതേ ശബ്ദത്തിലും അതേ ഭാവത്തിലും അൾത്താരയിലും വചനപ്രഘോഷണ വേദിയിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ അഭിഷേകത്തിൻ്റെ ശക്തി എവിടെയോ ചോർന്നൊലിച്ചു പോകുന്നത് അവർ തിരിച്ചറിയാതെ പോകുന്നു. അവർ കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുന്നു, ശക്തിയോടെ ഭാഷാവരത്തിൽ സ്തുതിക്കുന്നു, പലതുമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അറിയാതെ പോയൊരു കാര്യമുണ്ട്, അവർ അറിഞ്ഞില്ല ദൈവത്തിൻ്റെ ആത്മാവ് അവരെ വിട്ടുപോയത്. ഈ അറിവില്ലായ്മയിൽ അവർ വീണ്ടും പഴയ ശക്തി തങ്ങൾക്കുണ്ടെന്ന് എന്നുള്ള വിശ്വാസത്തോടെ അങ്ങ് തുടരുകയാണ്. സംഭവിക്കുന്നത് എന്താണെന്നറിയാവോ? ഇങ്ങനെയുള്ള ശുശ്രൂഷകരും പ്രഘോഷകരും നിറഞ്ഞു നിൽക്കുന്ന ധ്യാനമന്ദിരങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ ദൈവാത്മാവ് ഇറങ്ങിപ്പോയ പല പ്രഘോഷകരും ആത്മീയ നേതൃത്വ നിരയിലുള്ളവരും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങൾ ഇന്ന് ആത്മീയതയുടെ നഷ്ടസ്ഥലങ്ങളായി, ശൂന്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചറിവ് നഷ്ടപ്പെടുന്നത് ഉൾക്കാഴ്ചയോടെ നമ്മൾ കണ്ണു തുറന്ന് കാണണം. ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് ഞാൻ അറിയുന്നുണ്ടോ? വീണ്ടും ഇത് തന്നെ എഴുതി വച്ചിട്ടുണ്ട്. സാമുവേലിന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 14-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ ഏറ്റവും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് സാവൂൾ എന്ന് പറയുന്ന രാജാവ്. ഈ സാവൂളിന് അഭിഷേകം സാമുവേൽ പ്രവാചകൻ നൽകുമ്പോൾ 3 കാര്യങ്ങൾ സംഭവിക്കുന്നത് എഴുതി വച്ചിട്ടുണ്ട്. അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയായി ആവസിച്ചു. അവനൊരു പുതിയ ഹൃദയം നൽകപ്പെട്ടു. അവൻ പ്രവചിക്കാൻ തുടങ്ങി. പ്രവചന വരം കൊണ്ട് നിറയപ്പെടാൻ തുടങ്ങി. ഈ 3 കൃപകൾ കൊണ്ട് നിറഞ്ഞവൻ ദൈവത്തിൻ്റെ വാക്കുകളെ ധിക്കരിച്ച് ജീവിക്കാൻ തുടങ്ങി. പുരോഹിതൻ മാത്രം അർപ്പിക്കേണ്ട ബലി അവൻ അർപ്പിച്ചു. ദൈവത്തിൻ്റെ പുരോഹിതരെ അവൻ കൊന്നുകളഞ്ഞു. ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് ദൈവത്തിൻ്റെ ഹിതം ആലോചിക്കാൻ അവൻ ഇറങ്ങി പുറപ്പെട്ടു. അമലോക്യരുമായ യുദ്ധത്തിൽ
പ്രവാചകന് വേണ്ടി കാത്തിരിക്കാതെ പ്രവാചകന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് തന്നിഷ്ടം പോലെ പ്രവർത്തിച്ചതുകൊണ്ട് വചനം കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു. 16:14 1 സാമുവൽ. ദൈവത്തിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി, പകരം ഒരു അശുദ്ധാത്മാവ് അവനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ദാവീദ് കിന്നരം വായിച്ചപ്പോൾ മാത്രമാണ് തൽക്കാലത്തേക്ക് ഈ അശുദ്ധാത്മാവ് അവനെ വിട്ടുപോയത്. ദൈവത്തിൻ്റെ കൽപ്പന ധിക്കരിച്ച് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയിലും സംഭവിക്കുന്ന ദുരന്തം. അഭിഷേകത്തോടെയാണ് പലതും തുടങ്ങിയത്. പുതിയ ഹൃദയമൊക്കെ ഉണ്ടായിരുന്നു, വലിയ വരങ്ങളുടെ പ്രദർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പതുക്കെ പതുക്കെ അശുദ്ധാത്മാവ് ബാധിച്ച രീതിയിൽ സംസാരിക്കുക, പെരുമാറുക. നമുക്ക് ചുറ്റും ചിലപ്പോൾ ചിലരെയെങ്കിലും കണ്ടുമുട്ടാൻ കഴിയും ഈ സ്വഭാവത്തിലുള്ളവരെ. ഒന്ന് തിരിച്ചറിയേണ്ട സമയമായി. ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ നിന്ന് വസിക്കുന്നുണ്ടോ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വീണ്ടും 51 സങ്കീർത്തനം 11 വാക്യത്തിൽ ദാവീദ് രാജാവ് ഇങ്ങനെ കുറിച്ചു വെക്കുന്നുണ്ട്. ആ സങ്കീർത്തനം കൃത്യമായിട്ട് അതിൻ്റെ ഹെഡിങ് എങ്ങനെയാണ്? ബർഷബ എന്ന സ്ത്രീയുമായി വ്യഭിചരിച്ചിട്ട് നാഥാൻ പ്രവാചകൻ ദാവീദിനെ വന്ന് കുറ്റപ്പെടുത്തുമ്പോൾ അവൻ രചിച്ച സങ്കീർത്തനമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഹെഡിങ് ദൈവമേ കനിയണമേ എന്നാണ് അതിൻ്റെ പേര്. അതിൽ 11 വാചകം എങ്ങനെയാണ്? കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ. ഈ ദാവീദ് മിക്ക ദിവസങ്ങളും കണ്ടിട്ടുണ്ട് പിശാച് ബാധിതനായി അശുദ്ധാത്മാവ് ബാധിച്ച സാവൂൾ രാജാവ് എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന്, പ്രവർത്തിക്കുന്നതെന്ന്. അവൻ്റെ കൺമുമ്പിൽ അവൻ കണ്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിരക്കാത്തത് ചെയ്തവൻ്റെ ജീവിതം തകർച്ചയാണെങ്കിൽ ഇവനും പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, വ്യഭിചരിച്ച കൊലപാതകം ചെയ്ത എൻ്റെ ജീവിതത്തിൽ നിന്ന് നിന്റെ ആത്മാവിനെ എടുത്തു കളയരുതേ. 51:11 ശക്തമായ നമുക്കൊരു താക്കീതാണ്. ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ. ഇതേ സന്ദേശം തന്നെ യോഹന്നാന്റെ സുവിശേഷം 13 വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പക്കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ട് ദൈവികമായ കൽപ്പനകൾ, രോഗികളെ സുഖപ്പെടുത്തുക, സുവിശേഷം പ്രസംഗിക്കുക, അത്ഭുതങ്ങൾ പോലും ചെയ്യാൻ കഴിവുണ്ടായിരുന്ന, അധികാരം നൽകപ്പെട്ട യൂദാസിൽ സാത്താൻ പ്രവേശിക്കുകയാണ്. ഈ സാത്താൻ അവനെ മരത്തിൻ്റെ ചില്ലയിലേക്ക് തൂങ്ങുന്ന ഒരു കൊലയാളിയായിട്ട് മാറ്റുകയാണ്. സ്വന്തം ജീവിതം ആത്മഹത്യയിലേക്ക് അവസാനിപ്പിക്കുന്ന പാപത്തിൻ്റെ ശൃംഖലയിലേക്ക് അവനെ കൊണ്ടെത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, ഞാനും നിങ്ങളും ഓരോ പാപങ്ങളിൽ മുഴുകുമ്പോൾ, ഈ പാപത്തിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ തിരിച്ചറിയുക, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും വിട്ടുപോകുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 32 അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. വലിയ അത്ഭുത അടയാളങ്ങളോടുകൂടി ചെങ്കടൽ കടന്ന് 10 മഹാമാരികളെ കൊണ്ട് ഈജിപ്തിനെ ശിക്ഷിച്ച ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരായ മരുഭൂമിയിൽ ഇസ്രായേൽ ജനം തമ്പടിക്കുമ്പോൾ, സീനായ് മരുഭൂമിയിൽ വെച്ച് സീനായ് മലയിൽ നിന്ന് കൽപ്പനകളുമായി മോശ ഇറങ്ങി വരുമ്പോൾ കാണുന്നത് സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ നൃത്തമാടുന്ന, പാട്ടുപാടി സന്തോഷിക്കുന്ന ഇസ്രായേൽ ജനത്തെയാണ്. പാപം ഒരർത്ഥത്തിൽ അടുത്ത തലത്തിലേക്ക് പോകും. ദൈവാത്മാവ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അന്യമായതിനെ, ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞതിനെ സ്നേഹിക്കാനും ആരാധിക്കാനും തുടങ്ങും. അന്യവിഗ്രഹങ്ങളെപ്പോലും ആരാധിക്കുന്നവരായി അവർ മാറി. ദൈവം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവൻ സ്വന്തം ജീവിതത്തിൽ പ്രകൃതി ശക്തികളെ, അവൻ തൻ്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചതിനെ അവൻ പതുക്കെ പതുക്കെ ആരാധിക്കാൻ തുടങ്ങും. അതാണ് സ്വർണ്ണ കാളക്കൂട്ടി നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യൻ ദൈവത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ വിഗ്രഹങ്ങൾക്ക് പുറകെ പോകും. ഇന്നും വിഗ്രഹങ്ങൾക്ക് പുറകെ പോകുന്ന അനേകം മനുഷ്യരെ നമുക്കറിയാം. പണത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി, സ്ഥാനത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ മടി കാണിക്കാത്ത അനേകം പേർ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ പ്രിയപ്പെട്ടവർ, തിരിച്ചറിയുക, നമുക്ക് ദൈവം നൽകുകയാണ് അടയാളമാണ്. നീ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണോ? ഇതുകൊണ്ടായിരിക്കാം കൊറിന്തോസ് ലേഖനം 6 അധ്യായം 19 വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭയെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളിൽ ജീവിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് നിങ്ങളുടെ ശരീരങ്ങളെന്ന്
നിങ്ങൾക്കറിഞ്ഞുകൂടെ? ആ ചോദ്യം വളരെ ഷാർപ്പാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്ന്? നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമായി സൂക്ഷിക്കണമെങ്കിൽ നീ പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 19 ഉം 20 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നത്: ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും. ഹൃദയമാകുന്ന ആലയത്തിന് പുറത്ത് വാതിലിൽ കൊട്ടി നിൽക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രത്യേക മുഖം, ഇറങ്ങിപ്പോയ ദൈവം, ഹൃദയത്തിൽ നിന്നും ഇറങ്ങിപ്പോയ ദൈവം വീണ്ടും ഹൃദയത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് മുട്ടുകയാണ്. തുറന്നു കൊടുക്കാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം തിരിച്ചറിയുക. ഇന്ന് കുമ്പസാര കൂടുകളിലേക്ക് കടന്നു വന്ന് ഞാനും നിങ്ങളും എൻ്റെ പാപങ്ങൾ വെളിപ്പെടുത്താൻ മടി കാണിക്കുമ്പോൾ തിരിച്ചറിയുക, ഇതാണ് പാപം നൽകുന്ന എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം. എന്നെ പാപം ദൈവത്തിൽ നകറ്റും, ദൈവാത്മാവിൽ എന്നെ നിറക്കിവിടും. ദൈവം എൻ്റെ മുമ്പിൽ വന്ന് എൻ്റെ ഹൃദയത്തെ കൊട്ടി വിളിക്കുന്ന ദുരവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും മാറുന്നത് കൊണ്ടാണ് പാപങ്ങളെ വെളിപ്പെടുത്താൻ, പാപ സാഹചര്യം മാറി നിൽക്കാൻ ഞാനും നിങ്ങളും ഇന്നും തയ്യാറാകാത്തത് എന്ന തിരിച്ചറിവ് ഇനിയെങ്കിലും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പാപികളെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്ന നല്ല ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് കുരിശിൽ 3 ആണികളിൽ തൂങ്ങി സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ സമർപ്പിച്ചുകൊണ്ട് പാപപരിഹാര ബലി അർപ്പിച്ചപ്പോൾ ആ ബലിയർപ്പണത്തിൽ ഞങ്ങളുടെ പാപങ്ങളും സമർപ്പിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അനുദിനവും ഞങ്ങൾ ചെയ്യുന്ന ഓരോ പാപങ്ങളും ഇനിയും നിന്റെ തിരുരക്തത്താൽ കഴുകി ആ തിരുമാംസത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പാപത്തിൽ നിന്നും അതിൻ്റെ കെട്ടുകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയെങ്കിലും ഞങ്ങളുടെ പാപങ്ങൾ ഒളിച്ചു വെക്കാതെ നിന്റെ മുമ്പിൽ മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് വെളിപ്പെടുത്തുവാൻ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, പാപികളെ ആശ്രയമായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.